ക്രിസ്തുവേശുവിന്റെ അതിപരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. മത്തായി എഴുതിയ സുവിശേഷത്തിലെ ചില ഭാഗങ്ങളാണ് നമ്മൾ ഈ ദിവസങ്ങളിലായിട്ട് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് അതിന്റെ 4-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം വായിച്ച് ചില കാര്യങ്ങൾ ചിന്തിക്കാം. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി, ദൂതന്മാർ അടുത്തു വന്ന് അവനെ ശുശ്രൂഷിച്ചു. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി. ഒരു മനുഷ്യ ജീവിതത്തിൽ പിശാചുമായിട്ട് മനുഷ്യന്റെ ബന്ധം എന്താണ്? എന്തിനാണ് പിശാച് അടുത്ത് വരുന്നത്? അതിനെക്കുറിച്ച് നമ്മൾ തുടക്കം മുതലേ മനുഷ്യചരിത്രം എന്നുള്ള വിഷയത്തിൽ ആരാണ് പിശാച്, എന്താണ് പിശാച്, എന്താണ് മനുഷ്യൻ, എന്തിനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്, എന്താണ് മനുഷ്യനെ കൊണ്ട് ഉദ്ദേശം, അതിന്മേൽ പിശാചിന് എതിർപ്പുണ്ടാകാൻ കാരണം എന്താണ്, ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ആ മനുഷ്യചരിത്രം 40 ഭാഗങ്ങളായിട്ട് ചിന്തിച്ചതിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത് പിശാച് ഒരു മനുഷ്യന്റെ അടുക്കൽ വരുന്നത് എപ്പോഴാണ്, എന്തിനാണ്? അതിന് നമുക്ക് പ്രാരംഭമായിട്ട് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു കാര്യം, പിശാച് എന്ന് പറയുന്നത് ദൈവത്തിന്റെ സൃഷ്ടി തന്നെയാണ്. എന്നാൽ സൃഷ്ടിച്ചപ്പോൾ അവൻ പിശാച് എന്ന് പറയുന്നത് ഇന്നത്തെ അവസ്ഥയായിരുന്നില്ല. പിന്നെയോ അവൻ ദൈവത്തിന് മുമ്പാകെ വിലയേറിയതും ശ്രേഷ്ഠനുമായ നിഷ്കളങ്കനുമായ യഹസ്കൽ പ്രവചനത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ എൻ്റെ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. നിഷ്കളങ്കനായ ഒരു ദൂതനും അവന്റെ സംഘവുമായിരുന്നു. ദൂതനും സംഘവും എന്ന് പറയുമ്പോൾ ഇതൊരു ദൂതനല്ല. ആകാശ സൈന്യം ദൈവത്തിനെതിരായിട്ടുണ്ട്, ദൂതന്മാരെതിരായിട്ടുണ്ട്, കെരൂബുകളെതിരായിട്ടുണ്ട്. ഇങ്ങനെ ദൈവത്തിന് വിരോധികളായി തീർന്നത് ഒരു ദൂതനോ അവന്റെ കീഴിലുള്ള സൈന്യമോ മാത്രമാണെന്ന് നമ്മൾ കരുതണ്ട. കാരണം പാപം ചെയ്ത ദൂതന്മാരെ ആദരിക്കാതെ ന്യായവിധിക്കായി അന്ധതമസിന്റെ ചങ്ങലയിട്ട് സൂക്ഷിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ നീ ചിറക് വിടർത്ത് മറയ്ക്കുന്ന കെരൂബാകുന്നു. നിന്നിൽ നീതികേട് കണ്ടെത്തുന്നവരെ നീ നടപ്പിൽ നിഷ്കളങ്കനായിരുന്നു. എന്നാൽ നിന്റെ വ്യാപാരത്തിന്റെ പെരുപ്പത്താൽ നിന്റെ ജ്ഞാനത്തെ നീ വഷളാക്കി. അപ്പോൾ ദൂതന്മാരും കെരൂബുകളും ഉണ്ട്. അടുത്തത് ആകാശ സൈന്യമായ സൂര്യനെയും ചന്ദ്രനെയും നക്ഷത്രങ്ങളെയും നോക്കിക്കാണുമ്പോൾ അവയെ നമസ്കരിപ്പാൻ നീ വശീകരിക്കപ്പെടരുത്. കാരണം ആകാശ സൈന്യം മനുഷ്യനെ ദൈവത്തോടുള്ള ആരാധനയിൽ നിന്ന് തെറ്റിച്ച് തങ്ങളെ ആരാധിപ്പാൻ വശീകരിക്കുന്ന പ്രവർത്തനം ഈ ഭൂമിയിലുണ്ട്. അതുകൊണ്ട് ഇയ്യോബിന്റെ പുസ്തകത്തിൽ പറയുകയാണ്, ഇയ്യോബ് തനിക്ക് വീഴ്ച വന്നപ്പോൾ, എനിക്ക് കഷ്ടം വന്നപ്പോൾ തൻ്റെ പൂർവ്വകാലം ഓർത്ത് പറയുകയാണ്, എൻ്റെ ഹൃദയം ഗൂഢമായി വശീകരിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് ചിന്തിക്കുകയാണ്. എപ്പോ സൂര്യൻ ഉദിക്കുന്നതും ചന്ദ്രൻ ശോഭയോട് ഗമിക്കുന്നതും കണ്ടിട്ട് എൻ്റെ ഹൃദയം ഗൂഢമായി വശീകരിക്കപ്പെട്ടിട്ട്. അപ്പൊ സൂര്യനും ചന്ദ്രനും നക്ഷത്രങ്ങളും ദൈവത്തെ ആരാധിക്കുന്ന, അല്ലെങ്കിൽ ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ തങ്ങളെ ആരാധിപ്പാൻ ദൈവത്തിന്റെ ആരാധനയിൽ നിന്ന് പിന്തിരിപ്പിച്ച് വശീകരിക്കുന്ന ഒരു പ്രവർത്തനം ആകാശ സൈന്യത്തിനുണ്ട് എന്ന് നമുക്ക് അതിൽ നിന്ന് വ്യക്തമാകും. യോബിന്റെ പുസ്തകത്തിൽ അതെല്ലാം ഓരോന്നോരോന്നായിട്ട് പിന്നീട് നമുക്ക് എടുത്ത് ഒരു വിഷയമായിട്ട് തന്നെ ചിന്തിക്കണം. ഇപ്പൊ നമുക്ക് എത്രയായി? ആകാശ സൈന്യമായി, കെരൂബുകളായി, ദൂതന്മാരായി. ഇനി ഒരുവനെ കുറിച്ച് പ്രത്യേകിച്ച് യെശയ്യാ പ്രവചനത്തിൽ എഴുതിയിരിക്കുകയാണ്,
ആ, അരുണോദയപുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? ഇംഗ്ലീഷ് എഴുതിയിരിക്കുന്നത് ഓ ലൂസിഫർ. ലൂസിഫർ എന്നാണ് അവന്റെ പേരാണ്. പിന്നെ അത് നാമമാണ്. നീ എങ്ങനെ ആകാശത്ത് നിന്ന് വീണു? ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ നിന്റെ ഹൃദയത്തിൽ പറഞ്ഞത്. അപ്പോൾ തന്നെ ദൈവം നിന്നെ വെട്ടി താഴ്ത്തും. അപ്പോൾ ലൂസിഫറിന്റെ വീഴ്ചയുണ്ട്. അവൻ സകലത്തിന്റെയും നേതാവായിട്ട്, അല്ലെങ്കിൽ ആ ഈ കാണുന്ന സകലത്തിനും സകലത്തെയും ഭരിക്കുന്നവനായിട്ട് നമ്മൾ കാണുകയാണ്. എന്തായിരുന്നാലും ഇങ്ങനെ ദൈവത്തിന്റെ വചനത്തിൽ ദൈവ ദൈവ സൃഷ്ടിയിൽ വീഴ്ച വന്ന് ദൈവത്തിന് എതിരാളികളായി തീർന്ന, അല്ലെങ്കിൽ സത്യത്തിന് വിരുദ്ധമായി തീർന്ന വലിയൊരു കൂട്ടം ആ, ആത്മീക ജീവികൾ സ്വർഗീയ മണ്ഡലത്തിൽ ഉണ്ട്, അല്ലെങ്കിൽ ആത്മീയ മണ്ഡലത്തിലുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ ഗ്രഹിക്കുന്നത് പ്രകാരമാണ്. അതായത് ദൈവം ഇവരെ ഒക്കെയും അവരവരുടേതായ ശിക്ഷയനുസരിച്ച്, അവരുടേതായ തെറ്റനുസരിച്ച് അവരെ ചങ്ങലക്കിട്ട് ബന്ധിച്ചിരിക്കുകയാണ്. ഒരു കള്ളനെ പിടികിട്ടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു പിടിച്ചുപറിക്കാരനെ, തെറ്റുകാരനെ, പാപിയെ, സാമൂഹ്യദ്രോഹിയെ ഈ ലോകത്തിൽ പിടികിട്ടിക്കഴിഞ്ഞാൽ അവന്റെ പേരിൽ ആരോപണം വന്ന് ആ ആരോപണത്തിനനുസരിച്ച് അവനെ പോലീസുകാർ പിടിച്ചു കൊണ്ടുപോയി അവനെ ബന്ധിച്ചിട്ടാൽ അതിന് അന്ന് തന്നെ ന്യായവിധിയല്ല, അന്ന് തന്നെ കോടതി അവനെ ശിക്ഷിക്കുകയല്ല. വിചാരണ എന്ന് പറയുന്ന ഒന്നുണ്ട്. വിചാരണയുടെ സമയം എന്ന് പറയുന്നത് വാദത്തിൻ്റെയും പ്രതിവാദത്തിൻ്റെയും നേരോടെ വിധിക്കുന്നതിൻ്റെയും കാലമാണ്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പഠിക്കുന്നത്, തെറ്റ് ചെയ്യുന്ന ഒരു കാലം, അതിന് പരാതി വരുന്നൊരു കാലം, പരാതിയിന്മേൽ അധികാരികൾ ആരോപിതനായ വ്യക്തിയെ അല്ലെങ്കിൽ വ്യക്തികളെ ബന്ധിച്ചു കൊണ്ടുപോയി ഇടുന്ന ഒരു കാലം. അടുത്തത് വിചാരണയുടെ കാലം. ഈ വിചാരണയുടെ കാലം കഴിഞ്ഞാൽ നീതിയോടെ വിധിക്കുകയാണ്. വിധിച്ചു കഴിഞ്ഞാൽ ഇവൻ ചെയ്ത തെറ്റ് തെളിവായി എങ്കിൽ ആ തെളിവായ ആ തെറ്റിന്റെ കാഠിന്യത്തിനും ആഴത്തിനും അനുസരിച്ചുള്ള വിധി അത് അവന് കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ദൈവത്തിന്റെ വചനത്തിൽ നമ്മൾ ലൂസിഫറിനെ കുറിച്ചും അവന്റെ സൈന്യത്തെക്കുറിച്ചും അവന്റെ കീഴിലുള്ള പ്രജകളെക്കുറിച്ചും കാണുന്നുണ്ട്. കാരണം ഇവര് തെറ്റ് ചെയ്തതോടുകൂടി, പാപം ചെയ്തതോടുകൂടി, വചനം പറയുന്നത് പാപം ചെയ്ത ദൂതന്മാരെ ദൈവം ആദരിക്കാതെ അന്ധതമസിന്റെ ചങ്ങലയിട്ട് ന്യായവിധിക്കായിട്ട് സൂക്ഷിച്ചിരിക്കുന്നു. അപ്പം ന്യായവിധിക്ക് വേണ്ടിയിട്ട് ന്യായവിധി ആയിട്ടില്ല. ഇവന് എന്ത് ശിക്ഷ കൊടുക്കണം? ഇവൻ ചെയ്തത് തെറ്റാകുന്നുവോ? ഇവന് പറയാനുള്ള നീതി എന്താണ്? ഇതൊക്കെയും അറിയണം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഈ ആത്മീയ മണ്ഡലങ്ങളിൽ ദൈവത്തോട് പാപം ചെയ്തിട്ടുള്ള ദൂതന്മാരെയും ആകാശ സൈന്യത്തെയും കെരൂബുകളെയും ഇവരെ എല്ലാവരെയും അന്ധതമസിന്റെ ചങ്ങലയിട്ട് സൂക്ഷിച്ചിരിക്കുകയാണ്. ഈ അന്ധതമസിന്റെ ചങ്ങലയിട്ട് സൂക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ കൊണ്ടുപോയി കെട്ടി ഒരിടത്ത് ഇട്ടിരിക്കുകയല്ല. പിന്നെയോ അവരിൽ നിന്ന് ദൈവ തേജസ് ഇല്ലാതാക്കിയതിന് ശേഷം ഇരുട്ടുകൊണ്ട് അവരെ മൂടിയിരിക്കുകയാണ്. അവരെവിടെ പോയിരുന്നാലും അവിടെ കൂരിരുട്ട് മാത്രമേ ഉള്ളൂ. അത്ര ഭയങ്കരമാണ് അവരെ ബന്ധിച്ചിട്ടിരിക്കുന്ന ബന്ധനത്തിന്റെ ആഴം. അല്ലാതെ ഒരു സ്ഥലത്ത് ഒരു കള്ളനെ കൊണ്ടുപോയി ഒരു മുറിയിലിട്ട് പൂട്ടുന്ന പോലെ, ലോക്കപ്പിലിട്ട് പൂട്ടുന്നത് പോലെ അങ്ങനെ പൂട്ടിയിരിക്കുകയല്ല. പിന്നെയോ അവരെവിടെ ചെന്നാലും അവർക്ക് എത്ര വെളിച്ചത്തിൽ അവർ ചെന്നാലും ഇരുട്ടാണ്. അങ്ങനെ ഒരു ബന്ധനമാണ് അവർക്ക് സർവശക്തനായ ദൈവം ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇതുവരെ സംഭവിച്ചു കഴിഞ്ഞു. തെറ്റ് ചെയ്തു,
ദൈവത്തിനെതിരെ തെറ്റായതുകൊണ്ട് അവരെ പിടിച്ചു അവരെ അവരെ വാഴ്ചയിൽ നിന്ന് മാറ്റി, അവരെ ബന്ധിച്ചു, അന്ധതമസ്സരെ ചങ്ങലയിട്ട് സൂക്ഷിച്ചിരിക്കുകയാണ്. ഇനി വേണ്ടത് അടുത്ത ഘട്ടമാണ് വിചാരണ. വിചാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞിട്ട് ആദ്യം കേട്ടു. വാദമുണ്ട്, എതിർവാദമുണ്ട്, ന്യായാധിപതിയുടെ നീതിയോടുള്ള വിധിയുണ്ട്. ഈ 3 കാര്യങ്ങളുടെ കാലഘട്ടമാണിത്. അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ ഗ്രഹിക്കുന്നത് ഒന്നാമത്തെ വാദം. അപ്പോ ഈ വാദം എന്ന് പറയുന്നത് ഇവനെ ബന്ധിച്ചിട്ടിരിക്കുമ്പോൾ ഒന്നാമത്തെ 2 പക്ഷത്തിനും വാദമുണ്ട്. 2 പക്ഷത്തിനും വാദം പറഞ്ഞാൽ ദൈവത്തിന്റെ പക്ഷത്തുനിന്നും വാദമുണ്ട്, എതിർപക്ഷത്തുനിന്നും വാദമുണ്ട്. ദൈവത്തിന്റെ പക്ഷത്തു നിന്നുള്ള വാദം എന്ന് പറയുന്നത് ഇവൻ തെറ്റുകാരനാണ്, ഇവൻ ശിക്ഷയ്ക്ക് അർഹനാണ്, ഇവൻ ദൈവത്തോട് മത്സരിച്ചവനാണ്, അത്യുന്നതനോട് സമനാകുമെന്ന് പറഞ്ഞവനാണ്. ഇങ്ങനെയുള്ള ഇവന്റെ പാപത്തെ എടുത്തു കാണിച്ചുകൊണ്ട് അവൻ ശിക്ഷാർഹനാണെന്ന് വാദിക്കുന്ന ദൈവിക പക്ഷം. ഇനി അടുത്ത പക്ഷം മറുവാദമുണ്ട്. ഞാൻ അത് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ ചെയ്തിട്ടില്ല. അത് ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഇന്ന സാഹചര്യങ്ങൾ കൊണ്ട് ചെയ്തു, അതുകൊണ്ട് ഞാൻ തെറ്റുകാരനല്ല. ഇനി അതും സാധിച്ചില്ല എങ്കിൽ എൻ്റെ സാഹചര്യത്തിൽ എൻ്റെ ബലഹീനത കൊണ്ട് ഞാനത് ചെയ്തു പോയതാണ്, അത് എനിക്കതിന് ക്ഷമ തരണം. ഇങ്ങനെയൊക്കെ ഉള്ളതാണ് വാദങ്ങളും എതിർവാദങ്ങളും. ഇതെല്ലാം നീതിയായ ന്യായാധിപതി കേട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ദൈവപക്ഷത്തു നിന്ന് വരുന്ന വാദങ്ങളും എതിർപക്ഷത്തു നിന്ന് വരുന്ന എതിർവാദങ്ങളും ഇതെല്ലാം ദൈവം കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനകത്ത് വാദം നടന്ന് ഒടുവിൽ ഈ വാദി സർവശക്തനായ ദൈവമായതുകൊണ്ട് എതിർവാദിക്ക് ഇതിനെക്കുറിച്ച്, തൻ്റെ തെറ്റിനെക്കുറിച്ച് ബോധ്യം വന്നു. ഈ കാര്യം താൻ തെറ്റുകാരനാണ് എന്ന് ബോധ്യം വരുത്തി ആ ശിക്ഷയ്ക്ക് താങ്കൾ അർഹരാണെന്ന് ബോധ്യപ്പെടുത്തേണ്ടതിൻ്റെ ഉത്തരവാദിത്വം ദൈവത്തിനുണ്ട്. നമ്മൾ ഇവിടെ പറയുന്ന പോലെ, ലോകത്തിലെ കോടതിയിൽ പറയുന്ന പോലെ വാദവും എതിർവാദവും ഒക്കെ നടന്നു. അവസാനം അവൻ പോകാൻ നേരത്ത് ജഡ്ജിയോട് പറയുന്നു, യജമാനെ, ഞാൻ നിരപരാധിയാണ്, നിങ്ങൾ ഈ പറയുന്നതൊന്നും ഞാൻ ചെയ്തിട്ടില്ല, എനിക്കിന്ന് നീതി കിട്ടുന്നില്ല, എനിക്ക് സാഹചര്യ തെളിവുകൾ അനുസരിച്ച് നിങ്ങൾ ചെയ്തു, എനിക്കെതിരെ കള്ളസാക്ഷികളും വന്നു, ശരി, പക്ഷെ ഞാനത് ചെയ്തിട്ടില്ല. ഇങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ ജയിലിലേക്ക് ആ മനുഷ്യൻ പോവുക. പക്ഷെ അങ്ങനെ പോകാൻ ദൈവം ഈ ആത്മീയ മണ്ഡലത്തിൽ സമ്മതിക്കില്ല. ആത്മീയ മണ്ഡലത്തിൽ ദൈവത്തിനുള്ള നിർബന്ധം എന്ന് പറയുന്നത് അവന്റെ തെറ്റിനെക്കുറിച്ച് അവന് ബോധ്യം വരുത്തണം. തെറ്റിനെക്കുറിച്ച് ബോധ്യം വരുത്തി കഴിഞ്ഞാൽ, ഞാൻ ഈ ദൈവം വെച്ചിരിക്കുന്ന ഈ ശിക്ഷയ്ക്ക് ഞാൻ അർഹനാണ്, ദൈവം നീതിമാനാണ് എന്നുള്ളത് അവൻ സമ്മതിക്കും. മാത്രമല്ല, അവൻ കരുണാസമ്പന്നനാണെന്നും സമ്മതിക്കണം. തൻ്റെ സൃഷ്ടിയോടൊക്കെയും അവന് കരുണ തോന്നുന്നവനാണ് എന്ന് കൂടി സമ്മതിച്ചിട്ട് വേണം പോകാനായിട്ട്. ഇത്രയും കാര്യങ്ങൾ സമ്മതിക്കണമെങ്കിൽ വാദവും എതിർവാദവും എങ്ങനെയായിരിക്കണമെന്ന് ചിന്തിക്കണം. അതിനു വേണ്ടിയിട്ട് വാദി, അതായത് ദൈവം, എതിർവാദം പറയുന്ന പിശാചിനും അവരുടെ സൈന്യത്തിനും അവസരം കൊടുത്തിരിക്കുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? നിന്റെ ന്യായം പറയാൻ നിനക്ക് അവസരമുണ്ട്. എല്ലാ വ്യവഹാരങ്ങളിലുമുള്ള സാമാന്യമായ മര്യാദയാണ് എതിർവാദിക്ക് അവൻ്റെ നിലപാട് പറയാൻ, അവൻ്റെ അവസ്ഥ പറയാനുള്ള അവസരം. ആ അവസരമില്ലാത്തത് അനീതിയുടെ വിധിയാണ്. അത് ലോകത്തിൽ അങ്ങനെയാണ്. എന്നാൽ ലോകത്തിലെ പല വിധികളും അപ്രകാരമാണ്. എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരിക്കലും അങ്ങനെ വരില്ല. അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ ഒന്നാമത്തതാണ്, ദൈവം സൃഷ്ടികർത്താവാണ്. ദൈവം സകലത്തിൻ്റെയും ന്യായാധിപതിയാണ്. ആ ന്യായാധിപതിയായ ദൈവം
തൻ്റെ സൃഷ്ടിയിൽപ്പെട്ട ഒരു ജീവിയെ ന്യായം വിധിക്കുമ്പോൾ, അവൻ ചെയ്ത തെറ്റിന് ന്യായം വിധിക്കുമ്പോൾ, ആ ന്യായവിധി സകലത്തിനും കഴിയുന്ന ദൈവം, സർവശക്തിയും സർവജ്ഞാനവും സർവ്വവ്യാപത്വമുള്ള ഒരു ദൈവം, ഈ സർവശക്തിത്വമില്ല, സർവ്വവ്യാപിത്വമില്ല, സർവജ്ഞാനമില്ലാത്ത ഒരു ജീവിയെ ന്യായം വിധിക്കുമ്പോൾ, ആ ന്യായവിധി എങ്ങനെ നീതിയാകും? അതെങ്ങനെ നീതിയാവും? ഒരാള് വരുമ്പോ ഒരു ധനവാൻ വിറക് പെറുക്കാനായിട്ട്, വിറക് പെറുക്കി അടുക്കാനായിട്ട് ബാല്യക്കാർക്ക് കൽപ്പന കൊടുത്തിട്ട് പോയി. ചായ കുടിക്കുന്ന സമയമായി കഴിഞ്ഞപ്പോഴേക്കും യജമാനൻ വന്ന് നോക്കി. യജമാനൻ വന്ന് നോക്കിയപ്പോ ഇവരീ ചുള്ളി വിറകും കീറിയ വിറകും ഒക്കെ മാറ്റി മാറ്റി അടുക്കി വെച്ചിരിക്കുക. അപ്പുറത്ത് വലിയൊരു തടി കിടക്കുന്നു. ഇതെന്തുകൊണ്ട് എടുത്തില്ല? അപ്പോ ബാല്യക്കാര് പറഞ്ഞു, "അയ്യോ യജമാനനെ, അത് ഒരു 10 പേര് കൂടി പിടിച്ചാലും കിട്ടൂല. 10 പേര് കൂടി പിടിച്ചാ അത് എടുക്കാൻ പറ്റുന്നതല്ല. പിന്നെ ഞങ്ങൾ എങ്ങനെ അത് എടുത്തു വെക്കും? അത് പറ്റൂല." അവർക്ക് പ്രശ്നമായി. അവരുടെ മേൽ ആരോപണമായി. എന്ത് ന്യായം? എന്ത് ന്യായം? അതിൽ ന്യായമില്ല. ഇതുപോലൊരു ന്യായം ദൈവത്തിനില്ല. ഇതുപോലൊരു ദൈവം ഒരു ന്യായം ദൈവം പറയൂല. കാരണം സർവശക്തനും സർവ്വവ്യാപിയും സർവ്വവ്യാപിയുമായ സർവജ്ഞാനിയുമായ ഒരു ദൈവം ഈ 3 കാര്യങ്ങൾക്ക് ജ്ഞാനത്തിന് പരിമിതിയുണ്ട്, ശക്തിക്ക് പരിമിതിയുണ്ട്, വ്യാപാരത്തിന് പരിമിതിയുണ്ട്. അങ്ങനെയുള്ള ചെറിയ ഒരു വ്യാപാരത്തിൽ ഉള്ള തൻ്റെ സൃഷ്ടിയെ ന്യായം വിധിക്കുമ്പോൾ, ആ ന്യായവിധി ദൈവത്തിന് മുമ്പാകെ നീതിയായിട്ട് കാണുന്നില്ല. ദൈവം എന്ത് ചെയ്യുന്നു? ന്യായം വിധിക്കാനായിട്ട് ദൈവം ഒരു സൃഷ്ടിയെ നിയമിക്കുക. അതായത് ഇവനെ പോലെ തന്നെയുള്ള, അതായത് ഈ പിശാചിനെ സൃഷ്ടിച്ച അതേ ദൈവം തന്നെ അവനെ പോലുള്ള ഒരു ജീവിയെ നിഷ്കളങ്കമായിട്ട് സൃഷ്ടിക്കുകയാണ്. സൃഷ്ടിക്കുന്ന ജീവി എന്ന് പറയുന്നത് അവനിൽ നിന്ന് അവൻ ഇവനെ വിധിക്കണം. ആരെ? പിശാചിനെയും അവന്റെ സൈന്യത്തെയും ഇവൻ വിധിക്കണം. ആ വിധിക്കുന്ന അവനെക്കുറിച്ചാണ് വചനം പറയുന്നത്. താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിക്കേണ്ടതിന് അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു. അങ്ങനെ ഒരാളെ നിയമിക്കുക. ഈ നിയമിക്കുന്ന ആളുടെ പ്രത്യേകത എന്ന് പറയുന്നത്, ഈ നിയമിക്കുന്ന ആളുടെ വായിൽ നിന്ന് ന്യായവിധി വരണം. വിധിക്കാനുള്ള ന്യായവിധി വരണം. എങ്ങനെ വിധിക്കും? എന്ത് വിധിക്കും? എഴുതിയിട്ടുണ്ട്. ന്യായവിധി പ്രത്യേകിച്ച് പുറത്തുനിന്ന് പറയേണ്ട കാര്യമില്ല. ദൈവത്തിന്റെ വിധി എന്ന് പറയുന്നത്, ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഇവനെ എന്ത് ചെയ്യണമെന്ന് ആലോചിച്ച് വേറൊരു തീരുമാനം ഉണ്ടാക്കുകയല്ല. പിന്നെയോ, ഇരുട്ടും വെളിച്ചവും തമ്മിലുള്ള ബന്ധമാണ്. ഇരുട്ടും വെളിച്ചവും തമ്മിലുള്ള അകൽച്ചയാണ്. ഇരുട്ടും വെളിച്ചവും തമ്മിലുള്ള പോരാട്ടമാണ്. അതുകൊണ്ട് ഇരുട്ടിനാൽ എന്തെങ്കിലും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അതിന് എന്ത് ന്യായം വിധിക്കണമെന്ന് ആരും പഠിപ്പിക്കണ്ട. ആരും പ്രത്യേകിച്ച് എഴുതി വെക്കണ്ട. അത് ഓൾറെഡി ഉള്ളതാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, എഴുതിയിരിക്കുന്ന ന്യായവിധി അവരുടെ മേൽ നടത്തേണ്ടത് തന്നെ. 149 സങ്കീർത്തനത്തിൽ എഴുതിയിട്ടുണ്ടത്. ഇപ്പൊ നമ്മള് ഇവിടെ നിന്ന് ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനെ കൊന്ന്, ഈ കൊന്നത് സാഹചര്യ തെളിവനുസരിച്ച് ഇപ്പം മനഃപൂർവ്വം കൊന്നതാണെന്ന് തെളിഞ്ഞു. അപ്പൊ ജഡ്ജിക്ക് തോന്നുവാണ്, അവർ കാര്യം ചെയ്യുക, അവനെ വെട്ടി നുറുക്കി അവിടെ ഇല്ലാതാക്കി കളയാം എന്നൊന്നും പറയാൻ പറ്റില്ല. ഈ രാജ്യമുണ്ടെങ്കിൽ ഈ രാജ്യത്ത് ഒരു ഭരണഘടനയുണ്ട്. ഈ ഭരണഘടന അനുസരിച്ച് കുറ്റവാളികളെ ശിക്ഷിക്കാനുള്ള ഒരു ശിക്ഷാ സംവിധാനവും ഉണ്ട്. ആ ശിക്ഷാ സംവിധാനത്തിൽ പരിശോധിക്കണം. ആര് പരിശോധിക്കണം? ജഡ്ജി പരിശോധിക്കണം. ജഡ്ജി പരിശോധിച്ച് കഴിയുമ്പോഴത്തേക്കും ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ അറിവോടുകൂടി മരിച്ച ഒരാളെ കൊന്ന ഈ മനുഷ്യന് എന്ത് ശിക്ഷ വിധിക്കണം എന്നുള്ളത് എഴുതി വെച്ചിട്ടുണ്ട്. ആ എഴുതി വെച്ചിരിക്കുന്നത് നോക്കിയതിന് ശേഷം ഇവനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു, അല്ലെങ്കിൽ ജീവപര്യന്തം തടവിന് വിധിച്ചു. അല്ലാതെ ജഡ്ജിക്ക് അവിടെ പ്രത്യേകിച്ച് ശിക്ഷാവിധി ഉണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതുപോലെയാണ് ദൈവത്തിന്റെ വചനം പറയുന്നത്. എഴുതിയിരിക്കുന്ന ന്യായവിധി നടത്താൻ എഴുതിയിട്ടുണ്ട്. എങ്ങനെ എഴുതി, എപ്പോഴെഴുതി എന്നുള്ളതെല്ലാം അത് വേറെ പഠനമാണ്. അപ്പോൾ ഈ എഴുതിയിരിക്കുന്ന ന്യായവിധി അവരുടെ മേൽ നടത്തേണ്ടതിന് തന്നെ. അപ്പോൾ എഴുതിയിരിക്കുന്ന ന്യായവിധി അവരുടെ മേൽ നടത്തണം. അത് വേണ്ടിയിട്ട് ഒരു പുരുഷനെ നിയമിച്ചു. അപ്പൊ ഈ പുരുഷന്റെ ഉത്തരവാദിത്വം എന്താ?
പുരുഷന്റെ ഉത്തരവാദിത്വം എന്താ? പുരുഷന്റെ ഉത്തരവാദിത്വം സംശയമൊന്നും വേണ്ട. എന്ത് ചെയ്യണം? എഴുതിയിരിക്കുന്ന ന്യായവിധി വാഗൊണ്ട് ഉച്ചരിക്കണം. എഴുതിയിരിക്കുന്ന ന്യായവിധി ഇപ്പൊ പിശാചിനും അവന്റെ സൈന്യത്തിനും എന്തെഴുതിയാലും അവർ ചെയ്ത തെറ്റ് ഓൾറെഡി ഉണ്ട്. അത് ദൈവത്തിന്റെയും അവന്റെയും മുൻപാകെ അത് പ്രഖ്യാപിതമാണ്. അത് അവൻ പോലും നിഷേധിക്കുന്നില്ല. അത് ദൈവത്തിന് മുമ്പിലും സ്ഥിരമാണ്. അതിനുള്ള ശിക്ഷാവിധി എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം മാത്രം, അത് വാഗൊണ്ട് ഉച്ചരിക്കണം. അത് വാഗൊണ്ട് ഉച്ചരിക്കുന്ന തക്കവണ്ണം ഒരു പുരുഷനെയാണ് നിയമിച്ചത്. ഈ പുരുഷൻ മുഖാന്തരം വേണമെങ്കിൽ ഈ പുരുഷൻ വാഗൊണ്ട് ഉച്ചരിക്കണമെങ്കിൽ അവന് എന്ത് വേണം? വാഗൊണ്ടൊരാള് ഈ ന്യായവിധി ഉച്ചരിക്കണമെങ്കിൽ അവൻ നീതിമാനായിരിക്കണം. എന്ന് പറഞ്ഞാൽ നമ്മൾ 37-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിക്കുന്നത്, നീതിമാന്റെ വായ ജ്ഞാനം സംസാരിക്കുന്നു, അവന്റെ നാവ് ന്യായം സംസാരിക്കുന്നു, ദൈവത്തിന്റെ ന്യായപ്രമാണം അവന്റെ ഹൃദയത്തിലുണ്ട്. ഈ അവസ്ഥയിൽ വരണം. നമ്മൾ സങ്കീർത്തനത്തിൽ പറയുന്ന ഈ അവസ്ഥയിൽ വരുന്നവനാണ് ആര്? നീതിമാൻ. അപ്പോൾ മറ്റൊരു കാര്യം നമ്മൾ പഠിക്കുന്നത്, നീതിമാന്റെ വായിൽ ദൈവജ്ഞാനം ഉണ്ടായിരിക്കും, നീതിമാന്റെ നാവിൽ ന്യായമുണ്ടായിരിക്കും. കാരണം ദൈവത്തിന്റെ ന്യായപ്രമാണം അവന്റെ ഹൃദയത്തിലുണ്ട്. ഈ 3 കാര്യങ്ങളുള്ളവനാണ് ഈ പുരുഷൻ. അപ്പൊ ദൈവം നിയമിച്ച പുരുഷനാണ്. ഇതെല്ലാത്തിനും മുമ്പ് ദൈവം നിയമിച്ച പുരുഷനാണ്. ഹൃദയത്തിൽ ന്യായപ്രമാണം വേണം. അതായത് ദൈവം എഴുതി വെച്ചിരിക്കുന്ന ന്യായപ്രമാണം ഇവരുടെ ഹൃദയത്തിൽ വേണം. എഴുതിയിരിക്കുന്ന ന്യായവിധി. അവന്റെ വായിൽ ജ്ഞാനം വേണം, അവന്റെ നാവിൽ ന്യായം വേണം. ഇത്രയും കാര്യങ്ങളുള്ളവനാണ്. ഇത്രയും കാര്യങ്ങൾ ഉണ്ടാകണമെങ്കിൽ എന്ത് വേണം? അതാണ് കർത്താവിന്റെ വചനത്തിൽ നമ്മൾ താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം നീതിയിൽ ന്യായം വിധിക്കേണ്ടതിന് അവൻ ഒരു ദിവസത്തെ നിശ്ചയിച്ചു. ഇപ്പൊ നിയമിക്കപ്പെട്ട ഒരു ദിവസമുണ്ട്, ന്യായവിധിക്ക് ഒരു ദിവസമുണ്ട്. അതിന്റെ നാളുകൾ വരുക. അതാണ് അശുദ്ധാത്മാവ് ബാധിച്ച മനുഷ്യര് യേശുവിനെ കണ്ടപ്പോ, യേശുവേ, മഹോന്നതനായ ദൈവത്തിന്റെ പുത്ര, നീ ആരെന്ന് ഞങ്ങൾ അറിയുന്നു, ദൈവത്തിന്റെ പരിശുദ്ധം തന്നെ, പക്ഷെ സമയത്തിന് മുമ്പേ ഞങ്ങളെ തെറ്റിപ്പിക്കാൻ വന്നോ? സമയത്തിന് മുമ്പേ അപ്പൊ അതായത് അവർക്കും അറിയാം ഈ കാര്യം. അവർക്കും അറിയാം ദൈവം ഒരു പുരുഷനെ നിയമിച്ചിട്ടുണ്ട്, അവൻ ഒരു സമയം വെച്ചിട്ടുണ്ട്, ഒരു ദിവസം വെച്ചിട്ടുണ്ട്, മാത്രമല്ല ഒരു സമയവും വെച്ചിട്ടുണ്ട്. ആ സമയത്ത് ഞങ്ങളെ അവന്റെ വായിൽ നിന്ന് തന്നെ ന്യായം വിധിക്കും. ആ ന്യായവിധിക്ക് ഞങ്ങൾ പോകേണ്ടി വരും. ആ ന്യായവിധിയിൽ വരുന്ന ശിക്ഷയ്ക്ക് ഞങ്ങൾ വിധേയരാകേണ്ടി വരുമെന്നുള്ള ജ്ഞാനം, അറിവ് ഇവർക്കുണ്ട്, ഈ ദുരാത്മാക്കൾക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട് ആ അറിവ്. ആ അറിവാണ് അവരാ പറയുന്നത്. അതുകൊണ്ട് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്, താൻ നിയമിച്ചു, ഒരു പുരുഷനെ നിയമിച്ചു. അപ്പൊ ജയിലിലിട്ടതിന് ശേഷം അല്ലെങ്കിൽ തൽക്കാലത്തേക്ക് ബന്ധിച്ചതിന് ശേഷം ന്യായം വിധിക്കാതെ അവിടെ ഇട്ടിരിക്കുക. എവിടെ? ബന്ധിച്ചിട്ടിരിക്കുക. എന്തിനാൽ? അന്ധതമസനാൽ, ഇരുട്ടിനാൽ ബന്ധിച്ചിട്ടിരിക്കുക. ശിക്ഷാവിധി ഉണ്ട്. എന്താ ശിക്ഷാവിധി? അന്ത്യശിക്ഷാവിധി എന്താ? തീപ്പൊയ്കയിലേക്ക് ഇടും. ഇത് പറയാനാണോ അത്ര ബുദ്ധിമുട്ട്? ഈ പിശാചിനെ അവന്റെ കൂടെയുള്ള സകല സൈന്യത്തെയും തീപ്പൊയ്കയിലേക്ക് ഇടാൻ, അത് പറയാൻ, ആ ഒരു വാക്ക് പറയാനാണോ അത്ര ബുദ്ധിമുട്ട്? ഈ പുരുഷനെ നിയമിച്ച്. പക്ഷെ ആ പുരുഷൻ ആരായിരിക്കണമെന്ന് ഓർക്കണം. അവന്റെ വായിൽ വഞ്ചനയുണ്ടായിരുന്നില്ല. യെശയ്യാപ്രവചനം 53. അവന്റെ വായിൽ വഞ്ചനയുണ്ടായിരുന്നില്ല. അവനെ വാക്കിൽ പിടിക്കാൻ ശത്രു നോക്കി. ഏതെങ്കിലും തരത്തില് ഇവൻ നീതിമാനല്ല, അല്ലെങ്കിൽ ഇവൻ ദോഷിയാണെന്ന് തെളിയിക്കാനല്ല ശത്രു ശ്രമിച്ചത്. യേശുക്രിസ്തു നിഷ്കളങ്കനായ ഒരു മനുഷ്യനാണ്. അവനെ തോൽപ്പിക്കാനൊന്നും പറ്റുമൊന്നുമില്ല. അവൻ ഏതെങ്കിലും പാപം ചെയ്തിട്ട് അവനെ പോയി ഈ ഇവിടെ പിടിക്കുന്ന പോലെ തൊണ്ടി പിടിച്ചോണ്ട് വന്നിട്ട് അവന്റെ മേൽ വാദിക്കാനൊന്നും സാധിക്കില്ലെന്ന് സാധാരണ അറിയാം. പക്ഷെ അതല്ല, ഏതെങ്കിലും ഒരു വാക്ക്, പുസ്തകം ഇരിക്കുക കയ്യില്, ന്യായപ്രമാണം നമ്മൾ പഠിച്ചതിനേക്കാൾ കാര്യമായിട്ട് സൂക്ഷ്മമായിട്ട് അവൻ പഠിച്ചു വെച്ചിരിക്കുക.
എന്തിനു വേണ്ടിയിട്ടെന്നറിയാവോ? ഒരു വാക്ക് ഇതിനകത്ത് എതിര് കിട്ടണം. ഒരു വാക്ക്. അതായത് ദൈവത്തെ പരീക്ഷിച്ചെന്നോ, ദ അനുസരണക്കേട് കാണിച്ചെന്നോ, ഏതെങ്കിലും ഒരു സമയത്ത് സ്വന്തം ഇഷ്ടം ചെയ്തെന്നോ, ഏഹ്, ആഹ്, അവർക്ക് ഒരു ചിന്ത കിട്ടണം. അതിന് വേണ്ടിയിട്ടാണ് ഏതെങ്കിലും ഒരു കാരണം കിട്ടാൻ വേണ്ടിയിട്ട് അവന്റെ ജീവിതം മുഴുവനും ശത്രു പിന്തുടർന്നു. പക്ഷെ അത് കിട്ടിയില്ല. കിട്ടിയില്ലെന്ന് മാത്രമല്ല കിട്ടിയില്ലെന്ന് മാത്രമല്ല, തിരുവെഴുത്തുകൾ എങ്ങനെയോ അപ്രകാരം തന്നെയാണ് അവന്റെ ജീവിതമെന്ന് അവൻ തെളിയിച്ചു. യേശു ക്രിസ്തു തിരുവെഴുത്തുകളും പ്രകാരം ജനിച്ചു, തിരുവെഴുത്തുകളും പ്രകാരം മരിച്ചു, തിരുവെഴുത്തുകളും പ്രകാരം അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളും പ്രകാരം ഉയർത്തെഴുന്നേറ്റു. ഇത്രയും കാര്യങ്ങൾ തിരുവെഴുത്തുകളും പ്രകാരം സംഭവിച്ചതാ. അതുകൊണ്ട് തിരുവെഴുത്തുകളിൻ പ്രകാരമല്ലാതെ മറ്റെന്തെങ്കിലും നടന്നിട്ടുണ്ടെന്ന് തെളിയിക്കാനായിട്ട് ഒരു കാര്യം നോക്കിക്കൊണ്ടിരിക്കുക ശത്രു. കിട്ടിയില്ല. മരിച്ചു. മരിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇനി നോക്കിയിട്ട് കാര്യമില്ല. കാരണം മരിക്കുന്നതിന് മുമ്പ്, കാൽവരിയിലേക്ക് പോകുന്നതിന് മുമ്പ് നാമത്തെ മഹത്വപ്പെടുത്തി. നാമത്തെ മഹത്വപ്പെടുത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പിതാവേ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ, നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തണമേ എന്ന് പറഞ്ഞപ്പോൾ, ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു, ഇനിയും മഹത്വപ്പെടുത്തുമെന്ന് പറഞ്ഞു. അതായത് പിതാവായ ദൈവത്തിന്റെ നാമം തന്നെ അതിന് ഈ പുത്രൻ അർഹനാണ്. കാരണം പിതാവായ ദൈവത്തിന്റെ പ്രവൃത്തികളും പിതാവായ ദൈവത്തിന്റെ സ്വഭാവവും പിതാവായ ദൈവത്തിൻ്റെതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇവനിലുണ്ട് എന്നുള്ളത് തെളിയിച്ചു. തെളിയിച്ചതോടുകൂടി ഈ നാമത്തിന് ഇവൻ അർഹനായി തീർന്നു. ഈ നാമത്തിന് അർഹനായി തീർന്നതോടുകൂടി നാമം അർഹനായി തീർന്നതോടുകൂടി പിന്നെ പിശാചിന് എതിരില്ല. പിന്നെ ഇവൻ കളങ്കമറ്റവനാണ്, കുറ്റമറ്റവനാണ് എന്നുള്ളതിന് ആർക്കും തർക്കമൊന്നുമില്ല. പക്ഷെ മരിച്ചു. മരിച്ചു കഴിഞ്ഞപ്പോൾ ഒരു ഹോപ്പ് കിടക്കുന്നു. ഉയർത്തെഴുന്നേറ്റാൽ പിന്നെ നടക്കില്ല. അപ്പോഴും ഇവിടെ ഒരു കാര്യം നമ്മൾ വിചാരിക്കേണ്ടത്, മരിക്കുമ്പോൾ തന്നെയും ഇവനിൽ വരാത്തൊരാത്മാവുണ്ട്. ഇവൻ മരണം അനുഭവിക്കുമ്പോൾ തന്നെ ഇവനിൽ വരാത്തൊരാത്മാവുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ ഈ കാര്യം ഒന്നും നടക്കില്ല. ഈ സമയത്ത് ആ ആത്മാവ് വന്നു കഴിഞ്ഞാൽ ഒരു കാര്യവും നടക്കില്ല. കാരണം പിന്നെ ഇവന്റെ അടുത്ത് നിൽക്കാൻ പറ്റൂല. സ്വർഗ്ഗത്തിലെ സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവപുത്രന്റെ അടുക്കൽ ചെന്നതിന് ശേഷം നീ അങ്ങനെ എങ്ങനെയാണെന്ന് പറയാമോ? നീ ഒരു കാര്യം ചെയ്യ, ദൈവസിംഹാസനത്തിൽ സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവപുത്രന്റെ അടുക്കൽ ചെന്നതിന് ശേഷം നീ ദൈവപുത്രനാണെങ്കിൽ ഇന്ന അടയാളം ഒന്ന് ചെയ്യാൻ പിശാചിന് പറയാമോ? വിറയ്ക്കും. കാരണം ദൈവത്തിന്റെ ഏകത്വം വെളിപ്പെടുന്നത് പുത്രനില്ല. ദൈവം ഏകനെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവോ? പിശാചുക്കളും അങ്ങനെ തന്നെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നു. ആ സിംഹാസനത്തിൽ കാണിക്കുമ്പോൾ വിറയ്ക്കും അവൻ. അവൻ ഈ ലോകത്തിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ അവൻ ഈ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചോളണമെന്ന് വിചാരിക്കാതെ ദാസരോട്, അവൻ ദൈവത്തോട് സമനാണെന്ന്, അവൻ ദൈവത്തോട് സമനായ ശക്തിയും ആ പ്രവർത്തനങ്ങളും ഉണ്ട് എന്ന് ഉണ്ടെന്ന് ശത്രു സമ്മതിക്കാത്ത ചില കാര്യങ്ങൾ അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് അവനെ പരീക്ഷിച്ചത്. അല്ലെങ്കിൽ അവനെ പരീക്ഷിക്കാൻ പറ്റുമൊന്നുമില്ല. അതിലൊന്നാണ് ഈ മഹത്വത്തിന്റെ ആത്മാവ്, അല്ലെങ്കിൽ തേജസ്സിന്റെ ആത്മാവ്, അല്ലെങ്കിൽ വിശുദ്ധിയുടെ ആത്മാവ്. ഈ ആത്മാവ് യേശു ജീവിതം മുഴുവനും ഇരുന്നിട്ടും, ജീവിതം മുഴുവൻ ജീവിച്ചിട്ടും, 33.5 വയസ്സിൽ ശുശ്രൂഷ വെച്ചിട്ടും, ദൈവം തേജസ്കരിക്കപ്പെട്ടിട്ടും മഹത്വപ്പെടുത്തിയിട്ടും ആത്മാവ് വന്നിട്ടില്ല. ഓർക്കണം. അങ്ങനെ യേശു മരിച്ച് അടക്കപ്പെട്ടതിന് ശേഷം, യേശു മരിച്ചതിന് ശേഷം അവന് ചിലരെ ഇളക്കിക്കൊണ്ട് വന്നു. എന്താണ്? നാളെ ശബത്താണ്, ഇന്ന് വെള്ളിയാഴ്ചയാണ്, നാളെ ശബത്താ. വ്യവസ്ഥ അനുസരിച്ച് ശബത്തിൽ ശവശരീരം കുരിശിലിരിക്കാൻ പാടില്ല. മരത്തിൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. മരത്തിൽ തൂങ്ങുന്നവൻ ശപിക്കപ്പെട്ടവനാണ്. അങ്ങനെയുള്ള ഒരു ശരീരം ശബത്തിൽ ഇരിക്കാൻ പാടില്ല. അപ്പൊ അതുകൊണ്ട് അവനെ ഇറക്കി കൊണ്ടുവന്ന് കുഴിച്ചിടണം. ജീവനോടെ കുഴിച്ചിടാൻ പ്രമാണമില്ല. ജീവനുണ്ടെങ്കിൽ കുഴിച്ചിടാൻ പാടില്ല. മരിച്ചതിന് ശേഷം മാത്രമേ കുഴിച്ചിടാവൂ. അവൻ എന്ത് ചെയ്യണം? മരിച്ചിട്ടുമില്ല. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം, അവന്റെ പോയി കാലൊടിക്കാം. കാരണം മരിക്കാൻ ക്രൂശിക്കപ്പെട്ടവര് മരണസമയമാകുമ്പോഴേക്കും
അവർ ആ മരണത്തിന് ശ്വാസം കിട്ടാതെ വിഷമിക്കുമ്പോൾ കാലിൽ ആണി അടിച്ചിരിക്കുന്ന ആ ആണിയിൽ ചവിട്ടി അല്പം നിവർന്നാണ് ഈ ശ്വാസം എടുക്കുന്നത്. അത് അവസാനമാകുമ്പോഴത്തേക്കും ദിവസങ്ങളോളം ഇങ്ങനെ കിടക്കുമെന്നാ പറയുന്നത്. അപ്പോ ഇങ്ങനെ ശ്വാസം എടുത്തു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് അരമണിക്കൂറോടെ അല്ലെങ്കിൽ 1 മണിക്കൂറോടെ നിൽക്കാം. അത് കഴിഞ്ഞ് വീണ്ടും ശ്വാസം കിട്ടാതെ മരിക്കാൻ നേരത്ത് വീണ്ടും കാല് ഒന്നൂടി ചവിട്ടിയതിന് ശേഷം ഊന്നി നിന്ന് ശ്വാസം എടുക്കാം. ഈ പ്രവർത്തനം നിർത്തണം. ഈ പ്രവർത്തനം നിർത്തണമെങ്കിൽ ഇവന്റെ കാലൊടിച്ച് കളയണം. അങ്ങനെ കാലൊടിച്ചു കഴിഞ്ഞാൽ സാത്താൻ ജയിച്ചു. കാരണം അപ്പൊ അവൻ പ്രമാണം എടുക്കും. അങ്ങനെ ഒടിക്കാനായിട്ട് പദ്ധതിയിട്ട് യേശുവിന്റെ കാലൊടിച്ചു കഴിഞ്ഞാൽ അവൻ പെട്ടെന്നങ്ങ് മരിക്കും. മരിച്ചു കഴിഞ്ഞാൽ കൊണ്ടുപോയി ശവമടക്കാം. അവിടെ വന്ന് കാലൊടിക്കുന്നവർ വന്ന് അവന്റെ കാലൊടിക്കാനായിട്ട് ഒന്നാമത്തെ കള്ളന്റെ കാലൊടിച്ചു. അവൻ താമസിയാതെ മരിക്കും. അവനെ വിട്ടു. രണ്ടാമത്തെ മറ്റേ കള്ളന്റെ കർത്താവിന്റെ നിലയിൽ തന്റെ രക്ഷയ്ക്ക് വേണ്ടി കർത്താവിനെ വിളിച്ചപേക്ഷിച്ച അവന്റെ കാലും ഒടിച്ചു. അവനും താമസിക്കാതെ മരിക്കും. യേശുവിന്റെ കാലൊടിക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും യേശു മരിച്ചായിരുന്നു. ദൈവത്തിന്റെ പ്രവൃത്തി. കാരണം അസ്ഥി ഒടിച്ചു കഴിഞ്ഞാൽ അവനിൽ നിന്ന് ഈ പറഞ്ഞ 3 കാര്യങ്ങൾ വരില്ല. ഏത് വരില്ല? എതിരാളിയായ സാത്താന്റെ വിധി ഇവന്റെ വാഗൊണ്ട് ഉച്ചരിക്കാൻ സാധിക്കില്ല. കാരണം ഇവന്റെ നാവിൽ ന്യായവും വായിൽ ജ്ഞാനവും ഹൃദയത്തിൽ ന്യായപ്രമാണവും ഉണ്ടാകാൻ സാധിക്കില്ല. കാരണം ഇവന്റെ ഹൃദയത്തിലെ ന്യായപ്രമാണം ഉണ്ടായിരുന്നെങ്കിൽ, ന്യായപ്രമാണ പ്രകാരം ഇവൻ നീതിമാനായിരുന്നെങ്കിൽ ഇവന്റെ അസ്ഥി ഒടിയുമായിരുന്നില്ല. കാരണം അവന്റെ അസ്ഥികളൊക്കെയും ദൈവം സൂക്ഷിക്കുന്നു. അതിൽ ഒന്നുപോലും ഒടിഞ്ഞു പോവുകയില്ല എന്നുള്ളത് പ്രമാണമാണ്. പിന്നെ അവൻ മരിക്കോ? പിന്നെ അവന്റെ കാലൊടിയോ? ഒടിക്കില്ല. ഒടിയാൻ സാധിക്കില്ല. അസ്ഥികൾ ഒടിഞ്ഞു പോവില്ല. നീതിമാന്റെ അസ്ഥി ഒടിഞ്ഞു പോവില്ല. അത് ഒടിഞ്ഞു പോകാതെ ദൈവം അത് സൂക്ഷിക്കും എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോ ഇങ്ങനെ ഇവനെ ഏതെങ്കിലും തരത്തിൽ ന്യായ കർത്താവ് എന്നുള്ള നിലയിൽ നിന്ന് മാറ്റി ഇവനിൽ അനീതി ഉണ്ട്, അല്ലെങ്കിൽ ഇവനിൽ ദൈവത്തിന്റെ വചനത്തിന് അല്ലെങ്കിൽ ദൈവത്തിന്റെ ന്യായപ്രമാണത്തിന് വിരുദ്ധമായിട്ടുള്ള ഏതെങ്കിലും കാര്യമുണ്ടെന്ന് തെളിയിക്കാൻ ശത്രു അവന്റെ ജീവിതം മുഴുവനും മരിച്ച ശേഷവും തെളിയിച്ചു. 3-ാമത്തെ ദിവസം സമയം കഴിഞ്ഞു. 3 ദിവസം കഴിഞ്ഞു. 3-ാമത്തെ ദിവസം ഇതാ സ്വർഗത്തിൽ നിന്ന് പ്രധാന സ്വതന്ത്രം വചനം പറയുന്നത്, ജീവിച്ചിരിക്കുമ്പോൾ ഉത്സവത്തിന്റെ മഹാദിവസത്തിൽ നിന്നുകൊണ്ട് പറഞ്ഞു, ദാഹിക്കുന്ന എല്ലാവരും എൻ്റെ അടുക്കൽ വരട്ടെ എന്ന് പറഞ്ഞതിന് ശേഷം തുടർച്ചയായിട്ട് വന്നപ്പോൾ അവിടെ എഴുതിയിരിക്കുകയാണ്, യേശു ഒന്നും തേജസ്കരിക്കപ്പെട്ടിട്ടില്ല, അയ്യാൽ ആത്മാവ് വന്നിട്ടില്ല. തേജസ്കരിക്കപ്പെട്ടതിന് ശേഷം യേശുവിന് വരേണ്ട ഒരു ആത്മാവുണ്ട്. ആ ആത്മാവ് 3-ാം ദിവസം യേശുവിലേക്ക് വന്നു. കല്ലറയിൽ വെച്ചിരിക്കുന്ന യേശുവിന്റെ ശരീരത്തിലേക്ക് വന്നു. അങ്ങനെ അവൻ എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, അങ്ങനെ അവൻ ക്രിസ്തുവിലും വ്യാപരിച്ചു, അവനെ മരിച്ചവരിൽ നിന്ന് എഴുന്നേൽപ്പിച്ചു. മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്ന ആത്മാവ്, ഈ ആത്മാവേതാ? മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേൽപ്പിക്കുന്ന ആത്മാവേതാ? റോമാലേഖനം 8-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത്, ക്രിസ്തു യേശുവിനെ മരിച്ചവരുടെ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ നിങ്ങളെയും അവൻ ഉയർപ്പിക്കും. അപ്പോൾ യേശുവിനെ ജനിപ്പിച്ച ആത്മാവുണ്ട്, അതുപോലെ മരിച്ചവരുടെ നിന്ന് എഴുന്നേൽപ്പിച്ച ആത്മാവുണ്ട്. ഇത് രണ്ടും ഒന്നല്ല. പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും. ആകയാൽ ഉത്ഭവിക്കുന്ന പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അവൻ ജനിച്ചത് പരിശുദ്ധാത്മാവിനാണ്. പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനത്താലാണ് ജനിച്ചത്. മരിച്ചവരുടെ ഇടയിൽ നിന്ന് എഴുന്നേറ്റത് അതിനല്ല. പിന്നെയോ റോമാലേഖനം 1-ാം അധ്യായത്തിന് 5-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, മരിച്ചിട്ട് ഉയർത്തെഴുന്നേൽക്കയിൽ വിശുദ്ധിയുടെ ആത്മാവ് സംബന്ധിച്ച് അവൻ ദൈവപുത്രനെന്ന് ശക്തിയോടെ നിർണയിക്കപ്പെടുകയും ചെയ്തു.
അപ്പോൾ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ ഒരു ആത്മാവെന്ന് പറയുന്നത് പുത്രന്റെ ആത്മാവാണ്. ഈ ആത്മാവാണ് ജീവിതത്തിൽ വരാതിരുന്നത്. ഇത് ഇത് മരിക്കുന്നതിന് മുമ്പ് ദൈവം കൊടുത്തിരുന്നെങ്കിൽ മരിക്കില്ല. ഇതുള്ളവൻ മരിക്കില്ല. ഈ ആത്മാവുള്ളവന് ജീവൻ പോകാൻ പറ്റില്ല. മാത്രമല്ല, മരിച്ചതിന് ശേഷം ഇവന്റെ അസ്ഥികൾ ഓടിക്കാൻ ആ ശോധനയും കൂടി കഴിയണം, ആ പരീക്ഷയും കൂടി കഴിയണം. എല്ലാ പരീക്ഷയും തികച്ചു. ഇനി അവനിൽ ന്യായപ്രമാണത്തിന് വിരുദ്ധമായിട്ടുള്ളതോ ന്യായപ്രമാണത്തെ അനുസരിക്കാത്തതായോ യാതൊന്നും ഇല്ല എന്ന് മനസ്സിലാക്കിയതോടുകൂടി, ഇല്ല എന്ന് വെളിപ്പെട്ടതോടുകൂടി, സ്ഥാപിച്ചതോടുകൂടി ദൈവം ഈ ആത്മാവിനെ കൊടുത്തു. വിശുദ്ധിയുടെ ആത്മാവ് അവൻ അവിടെ നിന്ന് എഴുന്നേൽക്കുകയാണ്. അക്ഷയനായി അവൻ എഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇരിക്കുന്നത് ഈ സമയം മുതൽ ഉറച്ചു. ഏത് സമയം? വിശുദ്ധിയുടെ ആത്മാവ് വന്നതോടുകൂടി. ഈ വിശുദ്ധിയുടെ ആത്മാവ് എന്ന് പറയുന്നതിനെ കുറിച്ച് നമുക്ക് ഇതിനു മുമ്പ് നമ്മൾ വിശദമായിട്ട് എടുത്തിട്ടുണ്ട്. ആ ഭാഗം നമ്മൾ ഏറ്റവും ശ്രദ്ധയോടെ പഠിച്ചിരിക്കേണ്ടതാണ്. യഥാർത്ഥത്തിൽ ആത്മാവിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ദൈവത്തിന്റെ ജനത്തിന്റെ ഇടയിൽ ഏറ്റവും പരിജ്ഞാനമില്ലാത്ത ഒരു അനുഭവമാണ്. എവിടെയും ജനിപ്പിച്ച ആത്മാവ്, മനുഷ്യനെ ജനിപ്പിച്ച ആത്മാവേത്? സാധാരണ മനുഷ്യനെ ജനിപ്പിച്ച ആത്മാവേത്? യേശുവിനെ ജനിപ്പിച്ച ആത്മാവേത്? യേശുവിന്മേൽ വസിച്ച ആത്മാവേത്? ആത്മാവ് ഒന്നെന്ന് പറയുന്ന ആത്മാവേത്? ദൈവത്തിന്റെ ആത്മാവേത്? യേശു നീതിമാനെന്ന് സാക്ഷ്യം പറഞ്ഞ ആത്മാവേത്? നാമത്തിന്റെ ആത്മാവേത്? ഇങ്ങനെ നാമത്തെക്കുറിച്ച് നമുക്ക് ഈ ആത്മാവിനെ കുറിച്ച് ദൈവത്തിന്റെ വചനത്തിൽ 1, 2, 10 അല്ല, അനവധി സ്ഥലങ്ങളിൽ പല നിലകളിൽ എഴുതിയിരിക്കുകയാണ്. പല നിലകളിൽ. കാരണം ദൈവത്തിന്റെ വചനം പറയുന്നത് അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു. അതുകൊണ്ട് ഉത്ഭവിക്കുന്ന പ്രജ ദൈവപുത്രൻ എന്ന് വിളിക്കപ്പെടും. അപ്പോൾ പരിശുദ്ധാത്മാവിനാണെങ്കിൽ അവൻ ജനിക്കുന്നവൻ ദൈവപുത്രനാണ്. എന്നാൽ യോബിന്റെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവിനെ സൃഷ്ടിച്ചു. ദൈവത്തിന്റെ ആത്മാവല്ലേ പരിശുദ്ധാത്മാവ്? പിന്നെ അവിടെ എഴുതിയിരിക്കുന്ന അത് രണ്ടിനും 2 വിഷയങ്ങളാണ്. ആ വിഷയങ്ങൾ. അപ്പൊ ഇത് ഇങ്ങനെ ആത്മാവിന്റെ പ്രവർത്തനങ്ങളും ആത്മാവും മനുഷ്യനുമായിട്ടുള്ള ബന്ധങ്ങളും ദൈവത്തിന്റെ വചനത്തിൽ നമുക്ക് പലയിടങ്ങളിൽ സൂക്ഷ്മമായി പഠിച്ചിരിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. എത്രയോ അബദ്ധങ്ങൾ നമ്മൾ ഇന്ന് ലോകത്ത് കേൾക്കുന്നു. എത്രയോ അബദ്ധങ്ങൾ. ആ അബദ്ധങ്ങൾ ദൈവത്തിന്റെ വചനവുമായിട്ട് തട്ടിച്ചു നോക്കി ഇന്ന കാര്യം തെറ്റായി പോയല്ലോ, അത് ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് അനേകർക്ക് ഉത്തരം പറയാനില്ല. കാരണം അവരത്രേ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളൂ. അതെന്തോ ആകട്ടെ, അതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് പിന്നെ ചിന്തിക്കുക. അതായിരുന്നാലും ഒരു കാര്യം നമുക്ക് വാങ്ങി, യേശുവിനെ ജനിപ്പിച്ചത് പരിശുദ്ധാത്മാവും, ലോകത്തിലേക്ക് മറിയ എന്ന കന്യകയിലേക്ക് ജന്മമെടുത്തത് പരിശുദ്ധാത്മാവിനാലും, മരിച്ചവരുടെ നിന്ന് എഴുന്നേൽപ്പിച്ചത് വിശുദ്ധിയുടെ ആത്മാവിനാലും. അതിന് ആധാരമായിട്ടുള്ള വചനമാണ് റോമാലേഖനം 1:5, 6:4. അപ്പൊ ഈ വാക്യങ്ങൾ ഒത്തു നോക്കിയാൽ മതി. അപ്പൊ ഇവിടെ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് യഥാർത്ഥത്തിൽ മരിച്ചവരുടെ നിന്ന് ഉറപ്പിക്കാനുള്ള ആത്മാവ് വന്നതോടുകൂടി അവൻ ഇതിന് യോഗ്യനായി. അതിനായി താൻ നിയമിച്ച പുരുഷൻ എന്നുള്ളത് പ്രഖ്യാപിക്കപ്പെട്ടു. അവന്റെ ഉള്ളിൽ ന്യായപ്രമാണമുണ്ട്, അവന്റെ നാവിൽ ന്യായമുണ്ട്, അവന്റെ വായിൽ ജ്ഞാനമുണ്ട്. ഈ ക്വാളിറ്റി അവനിലേക്ക് വന്നു. ഈ ക്വാളിറ്റി അവനിലുണ്ട് എന്നുള്ളത് ബോധ്യമായി തർക്കമില്ലാതെ അവൻ ന്യായവിധിക്ക് വേണ്ടി നോക്കിയിരിക്കുകയാണ്. ന്യായവിധിക്ക് വേണ്ടി നിയമിച്ച ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. എന്നാൽ ഇവിടെ നിന്ന് അടുത്ത ഘട്ടത്തിലേക്ക് കിടക്കുകയാണ്. അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നത് പിശാചിനെ ന്യായം വിധിക്കാൻ, അവനെയും അവന്റെ സൈന്യത്തെയും ന്യായം വിധിക്കാൻ ഒരു പുരുഷനെ നിയമിച്ച ദൈവം ഈ ന്യായവിധിക്കുള്ള സകല അധികാരവും പുത്രന് കൊടുത്തു. ലോകത്തിലേക്ക് യേശു വന്നു.
ന്യായവിധിക്കുള്ള അധികാരം പുത്രന് കൊടുത്തു. അതുകൊണ്ടാണ് വചനം യേശു പറയുന്നത്, പിതാ എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു. ന്യായം വിധിക്കാൻ പോകുന്നത് പുത്രനാണ്. ആ പുത്രനാണ് നിയമിക്കപ്പെട്ട പുരുഷൻ. അതിനൊരു ദിവസത്തെ നിശ്ചയിച്ചിരിക്കുന്നു, ഒരു സമയത്തെ നിശ്ചയിച്ചിരിക്കുന്നു. ആ സമയത്തേക്കും ദിവസത്തിലേക്കും നാം അടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. കർത്താവ്. ഈ പുരുഷൻ കർത്താവെന്ന് തെളിഞ്ഞു. യേശു ആകുന്നു ഈ പുരുഷനെന്ന് സാത്താൻ അറിയാം. പക്ഷെ അവൻ സമ്മതിക്കില്ല. അതുകൊണ്ടാണ് പറയുന്നത്, നീ ദൈവപുത്രനെങ്കിൽ ഇന്നത് ചെയ്യും, ദൈവപുത്രനെങ്കിൽ ഇന്നത് ചെയ്യും. അപ്പൊ ദൈവപുത്രനെ നാം അംഗീകരിച്ചിട്ടില്ല. പക്ഷെ അവസാനം അംഗീകരിക്കേണ്ടി വന്നു. മരിച്ചതിന് ശേഷം അംഗീകരിച്ചില്ല. കാലൊടിക്കാനായിട്ട് പരിപാടി ഇട്ടു, സമ്മതിച്ചു, തീർന്നു. എല്ലാ പരിപാടിയും തീർന്നു. 3 ദിവസം കല്ലറയിലിരുന്നു. എല്ലാ പരീക്ഷയും തീർന്നു, എല്ലാ എതിർവാദവും തീർന്നു, വിചാരണയും തീർന്നു. വിചാരണ തീർന്നാൽ അപ്പോ നമ്മൾ ആദ്യമേ പഠിച്ചത്, പിശാച് ദൈവത്തോട് തെറ്റ് ചെയ്തു, ദൈവം വാദിയായി, ദൈവത്തിന്റെ പക്ഷം വാദിയായി, പിശാചും അവന്റെ സൈന്യവും പ്രതികളായി, ദൈവത്തിന്റെ നീതി അവരെ ബന്ധിച്ച് അന്ധതമസ് കൊണ്ട് ബന്ധിച്ച് കാരാഗ്രഹത്തിലാക്കി. അത് കഴിഞ്ഞതിന് ശേഷം വിചാരണയുടെ സമയമാണ്. വിചാരണയുടെ സമയത്തെക്കുറിച്ച് ആദാം മുതലുള്ള ചരിത്രം യഥാർത്ഥത്തിൽ ഈ നമ്മൾ സംസാരിക്കുന്ന ഈ സംവിധാനം പോരാ. അതിനെക്കുറിച്ച് വിവരിക്കണമെങ്കിൽ മനുഷ്യ വംശത്തിന്റെ തുടക്കം മുതൽ ഈ വിചാരണ നടന്നിട്ടുള്ളതും, ഈ വിചാരണയിൽ എതിരാളിയായ സാത്താൻ ജയിച്ചിട്ടുള്ളതും, അവൻ പറഞ്ഞത് പലതും നേരായി വന്നിട്ടുള്ളതും നുണയായി വന്നിട്ടുള്ളതും, ദൈവം അവിടെ ന്യായം വിധിച്ചു. ഭയങ്കരമാണ്, ഭയങ്കരമാണ്. ദൈവത്തിന്റെ സർവജ്ഞാനിത്വത്തിലും സർവശക്തിത്വത്തിലും സർവവ്യാപിത്വത്തിലും അല്ലാതെ ഒരു മനുഷ്യൻ രക്ഷപ്പെടില്ല, അല്ലെങ്കിൽ ഈ മാനവരാശി ഉണ്ടാവില്ലായിരുന്നു. അത്ര ഭയങ്കരമാണ് ദൈവം ചെയ്ത പ്രവൃത്തി. അങ്ങനെ വിചാരണയുടെ സമയം കഴിഞ്ഞു. ഇനി വിചാരണയില്ല. കാരണം അവൻ തെറ്റുകാരനെന്ന് തെളിഞ്ഞു. അവൻ തെറ്റുകാരനെന്ന് യേശുവിന്റെ ജീവിതം കൊണ്ട് എങ്ങനെ തെളിഞ്ഞു? യേശു എന്ന് പറയുന്ന മനുഷ്യൻ സൃഷ്ടികർത്താവല്ല. മനുഷ്യനായ യേശു സൃഷ്ടികർത്താവല്ല. പിന്നെയോ സൃഷ്ടിയാകുന്നു. അപ്പൊ ന്യായം വിധിക്കാൻ സൃഷ്ടിയെ കൊണ്ട് ചെയ്യിക്കാനാ. മനസ്സിലാക്കണം. സഭകളിൽ വിശേഷാൽ വണ്ണസുകാരുടെ ഇടയിൽ, ഏകദൈവ ഉപദേശക്കാരുടെ ഇടയിൽ ഈ മനുഷ്യനെ സർവശക്തനായ ദൈവം എന്ന് തെളിയിക്കാൻ ചെയ്യുന്ന പ്രവൃത്തി അറിയാവോ? ഇന്ന് അതായത് ഒരു മനുഷ്യൻ സ്റ്റേജിൽ 2 മണിക്കൂർ പ്രസംഗിച്ചതിന് ശേഷം ആ കർത്താവിന്റെ ദാസനെ കുറിച്ച് ഒരാൾ പറയുകയാണ്, ഇന്ന പാസ്റ്റർ സ്റ്റേജിൽ കയറി യേശു സർവശക്തനായ ദൈവം എന്ന് തെളിയിച്ച പിന്നെയാ താഴത്തേക്ക് ഇറങ്ങിയത്. അപ്പൊ യേശു എന്ന മനുഷ്യൻ സർവശക്തനായ ദൈവം എന്ന് തെളിയിച്ചു. ആരാ ജയിച്ചതെന്നറിയാവോ? ആരാ ജയിച്ചതെന്ന്? അപ്പൊ പറയും നമ്മൾ യേശുക്രിസ്തു ദൈവമല്ലെന്ന് നമ്മൾ പറയുന്നതാവുന്നു. അങ്ങനെയൊന്നുമല്ല. അങ്ങനെയൊന്നും ആരും തെറ്റിദ്ധരിക്കണ്ട. യേശുക്രിസ്തു ദൈവം തന്നെയാ. യേശുക്രിസ്തു എന്ന മനുഷ്യൻ, അവൻ സർവശക്തനായ ദൈവം, അല്ലെങ്കിൽ മനുഷ്യനായ യേശുക്രിസ്തു സർവശക്തനായ ദൈവമെന്ന് തെളിയിക്കാൻ ഉള്ള പ്രേരണ ദൈവികമല്ലെന്നായി പറയണം. അവനൊരു സർവശക്തനായ ദൈവമുണ്ട്. അവൻ്റെ ഒരു വശമാണ്.
അവൻ സർവശക്തനായ ദൈവമായിട്ട് ന്യായം വിധിച്ചാൽ അവനോട് ആരും ചോദിക്കാനൊന്നുമില്ല. സ്വർഗ്ഗത്തിൽ ദൈവസിംഹാസനത്തിൽ ഇരുന്നുകൊണ്ട് ന്യായം വിധിച്ചു കഴിഞ്ഞാൽ അതിനെതിരെ ചോദ്യം ചെയ്യാൻ ആരുമില്ല. അതിനെതിരെ ചോദ്യം ചെയ്യുന്നത് അവന്റെ നീതി തന്നെയാണ്. അത് അവന്റെ നീതി നിവർത്തിക്കാനാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യണം. അതുകൊണ്ട് നമ്മള് യോഹന്നാന്റെ സുവിശേഷത്തില് എഴുതിയ ഒരു വചനഭാഗം 5-ാം അധ്യായത്തിന്റെ 26, 27 വാക്യങ്ങൾ. പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ അവൻ പുത്രനും തന്നിൽ തന്നെ ജീവനുള്ളവൻ ആകുമാറ് വരം നൽകിയിരിക്കുന്നു. അവൻ മനുഷ്യപുത്രനാകിയാൽ ന്യായവിധി നടത്തുവാൻ അവന് അധികാരവും നൽകിയിരിക്കുന്നു. ഇതിങ്കൽ ആശ്ചര്യപ്പെടരുത്. കല്ലറകളിലുള്ളവർ എല്ലാവരും അവന്റെ ശബ്ദം കേട്ട് നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പുനരുദ്ധാനം ചെയ്യുവാനുള്ള നാഴിക വരും. ആ വാക്യത്തിൽ ചില കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്താണെന്നറിയാമോ? അവൻ മനുഷ്യപുത്രനാകിയാൽ ന്യായവിധിക്കുള്ള അധികാരമുണ്ട്. അവൻ ദൈവമായിരിക്കാൽ ന്യായവിധിക്ക് അധികാരമുണ്ടെന്നല്ല. ദൈവപുത്രനായിരിക്കാൽ അധികാരമുണ്ടെന്നല്ല. പിന്നെയോ മനുഷ്യപുത്രനാകിയാൽ അവൻ അധികാരമുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഈ ലോകത്തിലേക്ക് വരുന്നതിന് മുമ്പ് ദൈവപുത്രനായിട്ട് ദൈവത്തിന്റെ സിംഹാസനത്തിൽ ഇരുന്നവനാ. ആ നിലയ്ക്ക് ന്യായം വിധിക്കാൻ ദൈവത്തിന് ഇഷ്ടമില്ല. പിന്നെയോ അവനെ സ്ത്രീയുടെ സന്തതിയിൽ നിന്ന് ജനിച്ചവനായി ഒരു മനുഷ്യനായി ലോകത്തിൽ കൊണ്ടുവന്നതിന് ശേഷം ഈ ലോകത്തിൽ നീതിയോടെ ജീവിച്ച്, നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഹൃദയത്തിൽ ന്യായപ്രമാണവും വായിൽ ജ്ഞാനവും നാവിൽ ന്യായവുമുള്ള ഒരു നീതിയുള്ള മനുഷ്യനായി, സൃഷ്ടിയായി അവനെ വളർത്തി വളർച്ചാപൂർത്തീകരണം പ്രാപിച്ച് ഈ പറയുന്ന സാത്താനും അവന്റെ സൈന്യവും ഇവൻ നീതിമാനാണ്, ഇവൻ ദൈവത്തിന്റെ സൃഷ്ടിയാണ്, ഇവന്റെ വിധി നീതിയുള്ളതാണ് എന്ന് സമ്മതിച്ചിട്ടാണ് ദൈവം പ്രവർത്തിച്ചത്. അവൻ തന്നെ ഇന്ന് മനുഷ്യരെ കൊണ്ട് ചെയ്യിക്കുക എന്നറിയാവോ? ഇവിടെ വന്ന് ഈ പരിമിതിയുള്ള മനുഷ്യൻ, നിഷ്കളങ്കനായ മനുഷ്യൻ, അവനാണ് നമ്മുടെ സഹോദരൻ. അവൻ സർവശക്തനായ ദൈവമെന്ന് തെളിയിക്കാൻ ഇന്ന് മനുഷ്യൻ ചെയ്യുന്ന പാട്. ആരുടെ ശുശ്രൂഷ ചെയ്യുന്നു? ആരുടെ ശുശ്രൂഷ? ഇല്ല. അവനിൽ ദൈവമുണ്ട്, യേശുക്രിസ്തു ദൈവം തന്നെയാണ്. പക്ഷെ അവനിലുള്ള മനുഷ്യത്വം തീമോഥെയോസിന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്, ദൈവം ഏകനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥൻ ഒരുവൻ, അവൻ മനുഷ്യനായ യേശുക്രിസ്തു. ദൈവം ഒരു ഭാഗത്ത്, മനുഷ്യവംശം ഒരു ഭാഗത്ത്, അതിന്റെ നടുക്ക് മധ്യസ്ഥനായ ഒരുവൻ, അവനാണ് ദൈവമായ യേശുക്രിസ്തു അല്ല, മനുഷ്യനായ യേശുക്രിസ്തു. അവനാണ് മധ്യസ്ഥൻ. അപ്പൊ ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ദൈവമാണെന്ന് തെളിയിക്കേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് അവന്റെ ആയുധം ആരെ? ഈ ശത്രുവിന്റെ ആയുധമാണ്. ശത്രുവിന്റെ ആയുധമാണ്. കാരണം അവന്റെ മനുഷ്യത്വത്തെ, അവന്റെ നിഷ്കളങ്കതയെ. നമ്മുടെ സഹോദരൻ എന്ന് പറയുന്നത് സർവശക്തനായ ദൈവമല്ല. സഹോദരൻ എന്ന് പറഞ്ഞാൽ സർവശക്തനായ ദൈവമല്ല. സഹോദരനാകണമെങ്കിൽ ചില വ്യവസ്ഥകളുണ്ട്. സഹോദരനാണ് വചനം പറയുന്നത്, നീ എന്നെ സ്നേഹിക്കുന്ന സ്നേഹം ഇവരിലാകുവാനും ഞാൻ ഇവരിലാകുവാനും ഞാൻ നിന്റെ നാമത്തെ അവർക്ക് വെളിപ്പെടുത്തിയിരിക്കും. പിതാവിനോട് യേശുക്രിസ്തു പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. അതായത് പിതാവായ ദൈവം യേശുവിനെ സ്നേഹിച്ച സ്നേഹം നമ്മിലാകണം. അതുപോലെ തന്നെ ദൈവപുത്രനായ ക്രിസ്തു യേശു എന്ന മനുഷ്യൻ നമ്മിലാകണം. ദൈവപുത്രൻ എന്നുള്ളതല്ല, യേശുക്രിസ്തു എന്ന ദൈവം, ഈ മനുഷ്യനായ യേശുക്രിസ്തു നമ്മുടെ ഉള്ളിലാവണം. ഇത് രണ്ടിനും വേണ്ടിയിട്ട് ഞാൻ നിന്റെ നാമത്തെ അവർക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നു. പിതാവിന്റെ നാമം നമുക്ക് വെളിപ്പെട്ടു.
പിതാവിന്റെ നാമം വെളിപ്പെട്ടവനിലേക്ക് ദൈവത്തിന് ക്രിസ്തുയേശുവിനോടുള്ള സ്നേഹം അവന്റെ ഉള്ളിലേക്ക് വരും. ക്രിസ്തുയേശു ഉള്ളിലേക്ക് വരും. ഈ 2 കാര്യങ്ങൾ അതിനാൽ നടക്കും. അങ്ങനെയാണ് നമ്മൾ യേശുവിന്റെ സഹോദരന്മാരായി തീർന്നത്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ഞാൻ നിന്റെ നാമത്തെ എന്റെ സഹോദരന്മാരോട് കീർത്തിക്കും. യേശു സഹോദരനായി തീരാൻ ആരിലെല്ലാം ഉദ്ദേശിച്ചിട്ടുണ്ടോ അവർക്ക് ഈ നാമം വെളിപ്പെടുത്തിയിരിക്കും. അതില്ലാത്തവരോട് പറഞ്ഞിട്ട് കാര്യമില്ല. വെറുതെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കാന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത്, താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ആ നിയമിച്ച പുരുഷൻ, ആ പുരുഷനിൽ നമ്മൾ പഠിക്കുന്നതാണ് ഹൃദയത്തിൽ ന്യായപ്രമാണവും വായിൽ ജ്ഞാനവും നാവിൽ ന്യായവുമുള്ള ഒരു മനുഷ്യൻ. അവനെ കുറിച്ചാണ് ഇവിടെ നമ്മൾ വായിച്ചത്. അവൻ മനുഷ്യപുത്രനാകയാൽ ന്യായവിധിക്കുള്ള അധികാരമുണ്ട്. ദൈവപുത്രനാകയാൽ അധികാരമുണ്ടെന്നല്ല. ഈ മനുഷ്യപുത്രനാകുന്നതിന് മുമ്പ് ഇവനൊരു രൂപമുണ്ട്. അവൻ ദൈവരൂപത്തിലിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപം എടുത്തതാ. അപ്പൊ ദൈവരൂപത്തിൽ ഇരുന്നവനാണ്, ദൈവപുത്രനായിട്ട് ഇരുന്നവനാണ്. ആ ദൈവപുത്രനല്ല ദൈവം അധികാരം കൊടുത്തത്. ദൈവം അധികാരം കൊടുത്തത് ആ ദൈവപുത്രൻ സ്ത്രീയുടെ സന്തതിയിൽ ജനിച്ചവനായി ഭൂമിയിൽ വന്ന മനുഷ്യപുത്രനാണ് അധികാരം കൊടുത്തത്. അവൻ മനുഷ്യപുത്രനായതുകൊണ്ടാണ് അവൻ അധികാരം വന്നത്. അവൻ ദൈവമായതുകൊണ്ട് അധികാരം വന്നല്ല എഴുതിയിരിക്കുന്നത്. ദൈവം തന്നെ ന്യായം വിധിക്കാനാണെങ്കിൽ ഇതിന്റെ കാര്യം വല്ലതും ഉണ്ടോ? ഈ കാര്യം വല്ലതും ഉണ്ടോ? ഈ ലോകത്തിന്റെ സൃഷ്ടിയുടെ ആവശ്യമുണ്ടോ? മനുഷ്യ സൃഷ്ടിയുടെ ആവശ്യമുണ്ടോ? അവൻ എന്നേ ന്യായം വിധിച്ച് തീപ്പകയിലേക്ക് ഇവനെ തള്ളിക്കളഞ്ഞാൽ ദൈവത്തോട് ചോദിക്കുന്നത് ആരാ? എന്നാൽ ദൈവത്തിന്റെ നീതി അതല്ല. താൻ നിയമിച്ച പുരുഷൻ, ഒരു പുരുഷനെ നിയമിച്ചു, സ്ത്രീയുടെ സന്തതിയിൽ നിന്നും ജനിപ്പിച്ചു, കുറ്റമറ്റവനായി ലോകത്തിന് വെളിപ്പെടുത്തി. ദൈവത്തിന്റെ 7 ആത്മാവും സാക്ഷ്യം പറഞ്ഞു. ദൈവത്തിന്റെ 7 ആത്മാവും ഈ മനുഷ്യന് സാക്ഷ്യം പറഞ്ഞു. എന്താ? ഇവൻ നീതിമാനെന്ന്. ആ ആത്മാവിന്റെ സാക്ഷ്യത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ 2-3 വീഡിയോയ്ക്ക് മുമ്പ് നമ്മൾ എടുത്തിട്ടുണ്ട്. അത് വായിക്കുമ്പോൾ അറിയാം, അത് കേൾക്കുമ്പോൾ അറിയാം. ദൈവത്തിന്റെ ആത്മാവിനാൽ സാക്ഷ്യം പ്രാപിച്ചു, ഇവൻ നീതിമാനാണ്, ഇവനിൽ ഇരുട്ടില്ല. ഈ സാക്ഷ്യം പ്രാപിച്ചു. ആ സാക്ഷ്യം പ്രാപിച്ചതുകൊണ്ട് ദൈവം ന്യായവിധി അവന് കൊടുത്തു. ന്യായവിധിക്കുള്ള അധികാരം അവന് കൊടുത്തു. ഇന്ന് ദൈവത്തിന്റെ വചനം പറയുകയാണ്, എന്താണെന്ന് അറിയാമോ? ഇന്ന് കർത്താവിന്റെ വചനം പറയുകയാണ്, ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം ചെയ്യുകയും ചെയ്യുന്നവൻ, അവന് ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. എങ്ങനെ? പിതാവ് എനിക്ക് തന്നതുപോലെ. അപ്പൊ നിയമിച്ച പുരുഷന് ദൈവം കൊടുത്ത അധികാരം സഭയിൽ ലോകത്തെ ജയിക്കുന്നവനും കർത്താവ് കൊടുക്കും. ആ വാക്യം നമുക്കൊന്ന് വായിക്കാം. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം. എങ്കിലും നിങ്ങൾക്കുള്ളത് ഞാൻ വരും വരെ പിടിച്ചുകൊള്ളുവീൻ എന്ന് ഞാൻ കൽപ്പിക്കുന്നു. ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം അനുഷ്ഠിക്കുകയും ചെയ്യുന്നവന് എൻ്റെ പിതാവ് എനിക്ക് തന്നതുപോലെ ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. അവൻ ഇരുമ്പുകോൽ കൊണ്ട് അവരെ മേയിക്കും. അവർ കുശവന്റെ പാത്രങ്ങൾ പോലെ നുറുങ്ങിപ്പോകും. ഞാൻ അവന് ഉദയനക്ഷത്രം കൊടുക്കും. ആത്മാവ് സഭയോട് പറയുന്നത് എന്തെന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ. ജയിക്കുകയും ഞാൻ കൽപ്പിച്ച പ്രവൃത്തികളെ അവസാനത്തോളം നിവർത്തിക്കുകയും ചെയ്യുന്നവന് ഞാൻ ജാതികളുടെ മേൽ അധികാരം കൊടുക്കും. പിതാവ് എനിക്ക് തന്നതുപോലെ. പിതാവ് പുത്രന് കൊടുത്ത അധികാരം പുത്രൻ തന്റെ സഹോദരന്മാർക്ക് കൊടുത്തു. പിതാവ് പുത്രന് കൊടുത്തു. ആർക്ക് കൊടുത്തു? ദൈവം ദൈവത്തിന് കൊടുത്തോ? ദൈവം ദൈവത്തിന് കൊടുത്തോ? ദൈവം തന്റെ പുത്രനായ യേശുക്രിസ്തുവിന് കൊടുത്തു. ആ യേശുക്രിസ്തു ആ അധികാരം തന്റെ സഭയ്ക്ക് കൊടുത്തു. അതാണ് എഴുതിയിരിക്കുന്നത്. ഇത് വന്നു പെട്ടത് എങ്ങനെയാ?
1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ, നിങ്ങളിൽ ഒരുത്തന് മറ്റൊരുത്തനോട് കാര്യമുണ്ടെങ്കിൽ വിശുദ്ധന്മാരുടെ മുമ്പാകെയല്ല, അഭക്തന്മാരുടെ മുമ്പിൽ വ്യവഹാരത്തിന് പോകുവാൻ തുനിയുന്നുവോ? അതായത് കൊരിന്ത്യ സഭയിൽ ചില പ്രശ്നങ്ങളുണ്ടായി. തമ്മില് ചില തർക്കങ്ങളും വാദങ്ങളും തമ്മിൽ ചില വ്യവഹാരങ്ങളെല്ലാം ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്കും മധ്യസ്ഥതയ്ക്ക് വേണ്ടിയിട്ട്, ഏതിന് കാര്യത്തിനും ഒരു കാര്യം പറഞ്ഞു തീർക്കാൻ ഒരാൾ വേണമല്ലോ. മധ്യസ്ഥതയ്ക്ക് വേണ്ടിയിട്ട് ജാതികളിൽ നിന്ന് ഒരാളെ വിളിച്ചു. അപ്പോൾ പൗലോസ് പറഞ്ഞു, നിങ്ങൾക്ക് തമ്മിലൊരു കാര്യം ഉണ്ടായാൽ ആ കാര്യങ്ങൾ തീർക്കാൻ ജാതികളെയാണോ ഇരുത്തുന്നത്? അഭക്തരെയാണോ ഇരുത്തുന്നത്? വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കുമെന്ന് അറിയുന്നില്ലയോ? അപ്പൊ നമ്മൾ ഓർക്കണം, അപ്പോസ്തലപ്രവൃത്തി 17-ാം അധ്യായത്തിൽ താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ ന്യായം വിധിപ്പാൻ അവനൊരു ദിവസത്തെ നിശ്ചയിച്ചു. താൻ നിയമിച്ച പുരുഷൻ എന്ന് പറയുന്നത് യേശുക്രിസ്തുവാണ്. ആ യേശുക്രിസ്തു മുഖാന്തരം ദൈവം ലോകത്തെ വിധിക്കാൻ പോവാ. എന്നാൽ ഇവിടെ എഴുതിയിരിക്കുന്നത് പ്രകാരമാണ്, വിശുദ്ധന്മാർ ലോകത്തെ വിധിക്കും. പിതാവായ ദൈവം കർത്താവായ യേശുക്രിസ്തുവിന് കൊടുത്ത ഈ അധികാരം, ഈ ന്യായവിധിക്കുള്ള അധികാരം യേശുക്രിസ്തു തന്റെ സഭയ്ക്ക് കൊടുത്തു. അത് അപ്പോസ്തലനായ പൗലോസ് പറയുകയാണ്, നിങ്ങൾ നാളെ ലോകത്തെ വിധിക്കും. യേശു മാത്രമല്ല വിധിക്കുന്നത്, വിധിക്കാനുള്ള അവകാശം നിങ്ങൾക്കും തരും. ലോകത്തെ നിങ്ങൾ വിധിക്കുമെങ്കിൽ ഏറ്റവും ചെറിയ സംഗതികളെ വിധിപ്പാൻ നിങ്ങൾ അയോഗ്യരോ? നാം ദൂതന്മാരെ വിധിക്കുമെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? നാം ദൂതന്മാരെ വിധിക്കുമെന്ന് അറിയുന്നില്ലയോ? നമ്മൾ ദൂതന്മാരെ വിധിക്കും. ഈ പറഞ്ഞ വീണുപോയ ദൂതന്മാരെ വിധിക്കാനായിട്ട് ചങ്ങലയിട്ട്, അന്ധതമസിന്റെ ചങ്ങലയിട്ട് സൂക്ഷിച്ചിരിക്കുന്ന ദൂതന്മാരെ വിധിക്കാനായിട്ട് ഈ നിയമിച്ച പുരുഷൻ മുഖാന്തരം മാത്രമല്ല, ഈ പുരുഷൻ നിയമിച്ച പുരുഷനായ കർത്താവായ യേശുക്രിസ്തു തന്റെ സഹോദരന്മാർക്ക് അല്ലെങ്കിൽ തന്റെ സഭയ്ക്ക് അവർക്കൊണ്ട് അധികാരം കൊടുക്കും. നാം ദൂതന്മാരെ വിധിക്കും. എന്നാൽ നിങ്ങൾക്ക് ഐഹിക കാര്യങ്ങളെക്കുറിച്ച് വ്യവഹാരമുണ്ടെങ്കിൽ വിധിപ്പാൻ സഭ ഗണ്യമാക്കാത്തവരെ ഇരുത്തുന്നുവോ? സഭയില് പ്രധാനമായിട്ട് ഒരു വിഭാഗമുണ്ട്, സഭ ഗണ്യമാക്കുന്നവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഭ ഏറ്റവും വിലമതിക്കുന്നവർ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർ മുഴുവൻ വിലമതിക്കുന്നില്ലെന്നല്ല, വിലമതിക്കുന്നില്ല. ഒരു ഭവനത്തില് 8 മക്കളുണ്ട്. ആ 8 മക്കളില് ഈ കുടുംബം 8 മക്കളും അപ്പനും അമ്മയും രണ്ടും 10, ഒരു വയസ്സ് എന്ന ഒരാള് 11. ഈ 11 പേർക്ക് ഉപജീവനം കഴിക്കണമെങ്കിൽ എത്ര ഇന്നല്ല, കുറച്ച് കാലം മുമ്പാണെങ്കിലും എന്ത് ചെലവ് വരും? ഭൗതിക വസ്തുക്കൾ മാത്രം എടുക്കുക, അരിയും വെളിച്ചെണ്ണയും തേങ്ങയും അങ്ങനെയുള്ളത് മാത്രം എടുക്കുക, എന്തോരം വേണം? ഒരു ദിവസം പുലരണമെങ്കിൽ എന്ത് വേണം? ആ കുടുംബം പുലർത്തണമെങ്കിൽ എന്ത് ചെലവുണ്ട്? അതിനകത്ത് 2 പേര് പണിക്ക് പോകും. മൂത്ത മകനും 3-ാമത്തെ മകനും പണിക്ക് പോകും, ജോലിക്ക് പോകും. അവിടെ ജോലി എടുത്തുകൊണ്ട് വന്ന് ഇവരെല്ലാവരും സുഭിക്ഷമായിട്ട് ജീവിക്കും. ഈ 2 പേര് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മറ്റുള്ള മക്കള് വേണ്ടാത്തതൊന്നുമല്ല, ഇതിലും വാത്സല്യം ചിലപ്പോൾ മറ്റുള്ള മക്കൾക്കുണ്ടാകും. പക്ഷെ ഈ 2 പേര് ഭവനം ഗണ്യമാക്കുന്നവരാ, അപ്പനും അമ്മയും ഗണ്യമാക്കുന്നവരാ. കാരണം അവരാണ് ഈ കുടുംബത്തെ പുലർത്തുന്നത്. ഇതുപോലെ ദൈവസഭ ഗണ്യമാക്കുന്ന ഒരു കൂട്ടമുണ്ട്, സഭ ഗണ്യമാക്കുന്ന ഒരു കൂട്ടമുണ്ട്. ആ കൂട്ടം ഏതാ? നിങ്ങൾക്ക് ലജ്ജയ്ക്കായി ഞാൻ ചോദിക്കുന്നു, അങ്ങനെ സഹോദരന്മാർക്ക് മധ്യേ കാര്യം തീർപ്പാൻ പ്രാപ്തിയുള്ള ഒരു ജ്ഞാനിയും നിങ്ങളുടെ ഇടയിലില്ലയോ? എന്ന് പറഞ്ഞാലോ, ഇതിനകത്ത് സഹോദരന്മാരുടെ മധ്യേ കാര്യം തീർക്കാനുള്ള ജ്ഞാനമുള്ള ഒരുവൻ നിങ്ങളുടെ ഇടയിലില്ലേ? നമ്മൾ പറഞ്ഞല്ലോ, എങ്ങനെ? നീതിമാനായി ദൈവം അംഗീകരിച്ചാൽ അവന്റെ പ്രത്യേകത ഹൃദയത്തിൽ
ദൈവത്തിൻ്റെ ന്യായപ്രമാണം ഉണ്ടാവും, നാവിൽ ന്യായം ഉണ്ടാവും, വായിൽ ജ്ഞാനം ഉണ്ടാവും. ഇത് മൂന്നും ഉള്ളവനാണ് നീതിമാൻ. ഇങ്ങനെ ഉള്ളവരോട്ട് സഭയിലൊരു വിഷയം ഉണ്ടായാൽ അത് തമ്മിൽ തീർക്കാനായിട്ട് വായിൽ ജ്ഞാനമുള്ളവർ, നാവിൽ ന്യായമുള്ളവർ, ഹൃദയത്തിൽ ന്യായപ്രമാണമുള്ള ഒരുവനുണ്ടെങ്കിൽ ആ പ്രശ്നം അവിടെ തീർന്നു. ആ പ്രശ്നം തീരും. അവൻ മുഖാന്തരം ആ പ്രശ്നം തീരും. കാരണം അവൻ സഭ ഗണ്യമാക്കുന്നവനാണ്. മാത്രമല്ല നാളെ ഈ ലോകത്തെയും ദൂതന്മാരെയും വിധിപ്പാൻ ദൈവം അവനെ നിയമിക്കാനുള്ളവനാണ്. ദൈവം അവനെ നിയമിക്കാനുള്ളവനാണ്. അപ്പോ കർത്താവിൻ്റെ വചനത്തിൽ നമ്മളിന്ന് പഠിക്കുന്നു, നമ്മളിന്ന് ഗ്രഹിക്കുന്നത്, ഈ ലോകത്തിൽ ദൂതന്മാരുടെ പ്രവർത്തനം, മനുഷ്യനെ പരീക്ഷിക്കുന്ന ശത്രുവായ പിശാച് എന്തുകൊണ്ട് പരീക്ഷിക്കുന്നു, എന്തിനു പരീക്ഷിക്കുന്നു, ഈ പരീക്ഷയുടെ ഉദ്ദേശം എന്താണ് എന്ന കാര്യമാണ് നമ്മൾ ഇതിൽ കൂടി ചിന്തിക്കുന്നത്. ഈ വചനഭാഗത്തു നിന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്തെന്നാൽ ദൂതന്മാർ ഒരു മനുഷ്യനെ ശത്രുവായി കാണുന്നതും പീഡിപ്പിക്കുന്നതും എന്തുകൊണ്ട്? സംശയമൊന്നും വേണ്ട. കാരണം മനുഷ്യവംശത്തിന്റെ സൃഷ്ടിയെക്കുറിച്ചുള്ള ഉദ്ദേശം തന്നെ ചങ്ങലയിട്ട് അന്ധതമസരെ ചങ്ങലയിട്ട് ബന്ധിച്ചിരിക്കുന്ന ദൂതന്മാരെ വിധിക്കത്തക്കവണ്ണം ഹൃദയത്തിൽ ന്യായപ്രമാണവും വായിൽ ജ്ഞാനവും നാവിൽ ന്യായവുമുള്ള നീതിയുള്ള ഒരു കൂട്ടത്തെ സൃഷ്ടിച്ചെടുക്കാനാണ്. അതിലൊന്നാമത്തവനാണ് ആദ്യത്തെ പുരുഷനായ മനുഷ്യനായ യേശു ക്രിസ്തു. തുടർന്ന് ലോകത്തെ ജയിച്ച് യേശു കൽപ്പിച്ച കൽപ്പന അവസാനത്തോളം നിവർത്തിക്കുന്ന യേശുവിനുള്ളവർ, യേശുവിന്റെ സഹോദരന്മാർ, അവര് വിധിക്കും. ശത്രു അവരോട് പോരാടിക്കൊണ്ടിരിക്കും, അവരെ പരീക്ഷിച്ചുകൊണ്ടിരിക്കും. അവര് നീതിമാൻ അല്ല എന്ന് തെളിയിക്കാൻ അവനാൽ ആവത് അവൻ ചെയ്യും. ക്രിസ്തുവിൽ അവൻ പരാജയപ്പെട്ടെങ്കിലും ഇന്നും രാപ്പകൽ അധ്വാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്തുവിനെ കുറിച്ച് തർക്കമില്ല, എന്നാൽ സഭയെക്കുറിച്ച് തർക്കമുണ്ട് ഇപ്പോഴും. ആ തർക്കമാണ് നമ്മുടെ കഷ്ടത. ആ തർക്കമാണ് നമ്മുടെ ജീവിതത്തിലെ പരീക്ഷ. അതുകൊണ്ട് തോറ്റുപോകാതെ ദൈവത്തിന്റെ ഉദ്ദേശത്തിന്റെ മുമ്പിൽ നമ്മുടെ മൂത്ത സഹോദരൻ ജയിച്ചവനായി, ശത്രുവിനെയും ലോകത്തെയും ജയിച്ചവനായി അതിവിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. നാമം പ്രവേശിപ്പാൻ തക്കവണ്ണം അവൻ നമുക്ക് കൽപ്പന തന്നിരിക്കുന്നു. അത് അവസാനത്തോളം പ്രമാണിച്ച് ലോകത്തെ ജയിച്ച് പ്രാഗൽഭ്യത്തോടെ കർത്താവിലേക്ക് ചെല്ലുവാൻ അവൻ കാത്തിരിക്കുമ്പോൾ ഓർക്കണം, ഇതൊന്നും കണ്ട് ശത്രു വെറുതെ ഇരിക്കുകയില്ല, അടങ്ങിയിരിക്കുകയില്ല. ശോധനയും പരീക്ഷയും മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാകും. നമ്മൾ ഇത്രയും ചിന്തിച്ചത്, ഇന്ന് വായിച്ചത് പ്രകാരം യേശുവിനെ പരീക്ഷിച്ചതിന് ശേഷം ആ പരീക്ഷയിൽ യേശുവിൻ പറഞ്ഞതിനോട് ആ പരീക്ഷയിൽ തോറ്റ ശത്രു അവനെ വിട്ട് മാറി ദൂതന്മാർ അടുത്തു വന്ന് ശുശ്രൂഷിച്ച ഭാഗമാണ് നമ്മൾ ചിന്തിച്ചത്.
ആ ഭാഗം തീർന്നിട്ടില്ല. അതിന്റെ 1-ാമത്തെ ഭാഗം മാത്രമേ ആയിട്ടുള്ളൂ. അടുത്ത ഭാഗം നമുക്ക് അടുത്ത വീഡിയോയിൽ ചിന്തിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.